വികസനങ്ങളെക്കുറിച്ച്, നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വീടാന്തരം കയറി ഹരിത കർമ്മസേനക്കാർ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച, പാഴ്വസ്തുക്കൾ ശേഖരിച്ച് അത് അനുയോജ്യമായ രീതിയിൽ റീസൈക്കിൾ ചെയ്തെടുക്കുന്നു. നമ്മുടെ നാട്ടിലൊന്നും ചപ്പുചവറുകൾ പൊതു ഇടങ്ങളിൽ വലിച്ചെറിയാതെ നമ്മുടെ നാടിനെ ഏത് രീതിയിലാണ് അവർ മുന്നോട്ട് സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് എന്ന് നിരന്തരം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ കാണുന്നതാണ്. വീടുകളിൽ നിരന്തരം എത്തി നേരിട്ട് പാഴ്വസ്തുക്കളും പ്ലാസ്റ്റിക്കുകളും ഒക്കെ കളക്ട് ചെയ്യുന്ന ഹരിത കർമ്മസേന പ്രവർത്തകരെ. അപ്പോൾ ഹരിത കേരളം മിഷൻ്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് അവാർഡ് കൂടെ നൽകുന്നുണ്ട് കേരള സർക്കാർ. മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാര വിതരണം നടന്നിരുന്നു കഴിഞ്ഞ ദിവസം. സംസ്ഥാന തലത്തിൽ 1ാം സമ്മാനം കണ്ണൂർ മുഴക്കുന്ന് പഞ്ചായത്തിനാണ് ലഭിച്ചത്. പത്തനംതിട്ട, തുമ്പമൺ, പാലക്കാട്, കാഞ്ഞിരപ്പുഴ എന്നീ പഞ്ചായത്തുകൾക്ക് 2ാം സ്ഥാനവും ലഭിച്ചു. സംസ്ഥാനത്ത് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി മികവുറ്റ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. അത്തരത്തിൽ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടുള്ളതാണ് പച്ചത്തുരുത്ത്. പൊതുഭൂമിയിലും സ്വകാര്യ ഭൂമിയിലും വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് ജൈവവൈവിധ്യം നിലനിർത്തുന്നതാണ് പച്ചത്തുരുത്തുകൾ. 2019 പരിസ്ഥിതി ദിനത്തിൽ തുടക്കം കുറിച്ച പദ്ധതിയുടെ ഭാഗമായി 1272 ഏക്കറിലായി 4030 പച്ചത്തുരുത്തുകൾ നിലവിലുണ്ട്. ലോകത്തിന് മാതൃകയായ പ്രവർത്തനങ്ങളാണ് ഹരിത കേരളം മിഷൻ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ നവകേരള പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷന് രൂപം നൽകിയത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോളം രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന പല പ്രവർത്തനങ്ങളും ഹരിത കേരള മിഷന് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ജനകീയ ക്യാമ്പയിൻ ഇതിനകം തന്നെ പ്രകടമായ ഗുണഫലങ്ങളാണ് സൃഷ്ടിച്ചത്. പുരസ്കാരത്തിന് അർഹരായ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുഖ്യമന്ത്രി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ചടങ്ങിൽ മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ച പച്ചത്തുരുത്തുകളെക്കുറിച്ചുള്ള അവതരണവും ചടങ്ങിൽ നടന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.